പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ഒരു കുറ്റാരോപിതന്റെ ഒരു ഫോട്ടോ വന്നാൽ അതിൽ പല ന്യായീകരണങ്ങൾ, പല കേസുകൾ, പല രീതിയിലുള്ള നൂലാമാലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ A1 എന്നുള്ള ടെക്നോളജിയാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അല്ല, ഈ A1 എന്ന് പറയുന്ന ഈ LDF-ന്റെ ആ ഒരു വക്താവ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് എന്തായിരുന്നു? വെമ്പായം നസീർ. അതെ, അദ്ദേഹം A1 എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അത്രത്തോളം കോൺഫിഡൻസോട് ചോദിക്കണമെങ്കിൽ അത് LDF-കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കണം, AI ക്യാമറ കൊണ്ടുവന്നതാരാ? LDF സർക്കാരാണ് ഇവിടെ AI ക്യാമറ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് AI ക്യാമറ വലിയ രീതിയിൽ പ്രചാരണത്തിൽ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിവാദങ്ങളും അതേസമയം ഗുണവും ദോഷവും ഒരുപോലെ ഉണ്ടായിരുന്നു. ഈ AI ക്യാമറ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിയാതെയാണോ ഇതിൽ ഭൂരിഭാഗം ആളുകളും ഇതിനെ പ്രൊമോട്ട് ചെയ്തത് എന്നുള്ളത് വലിയ സംശയമാണ്. ഇവിടെ തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന വെമ്പായം നസീറിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്, വളരെയധികം കോൺഫിഡൻസോടുകൂടി പറയുന്നത്, ഈ A1 സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് അറിയാമോ, അത് ഉപയോഗിച്ചാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഫോട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ന്യൂസ് റൂമിൽ ഇരിക്കുന്ന ആള് തിരുത്തി കൊടുക്കുന്നുണ്ട്, AI ആണ്, A1 അല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഇത്രത്തോളം അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമില്ലാതെ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും അതിനൊന്ന് പ്രതിരോധിക്കണം, വേറെ നിവർത്തിയില്ല എന്തെങ്കിലും പറഞ്ഞ് കാരണം അവർക്കറിയാം അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ ഒറിജിനൽ ആണ് എന്നുള്ളത് അവർക്കറിയാം. എവിടെയോ കേട്ടു, എന്തോ ഒരു സാങ്കേതിക വിദ്യയുണ്ട് അതുകൊണ്ടാണ് എന്നുള്ളത് എവിടെയോ കേട്ട് ഓർമ്മയിൽ അത് വന്നിരുന്നോണ്ട് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അതെ, ഈ ടെക്നോളജിയിൽ അജ്ഞത അവിടെ നിൽക്കട്ടെ, പക്ഷെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് CPM പ്രവർത്തകരെ കൊണ്ടെത്തിച്ചത് ഈ ശബരിമല വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു AI ഫോട്ടോ ഷെയർ ചെയ്തു എന്നുള്ള പേരിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത്, അതും വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കിയത് നമ്മൾ കണ്ടിരുന്നു. അയാൾ അദ്ദേഹത്തെ പിന്നീട് വിട്ടയച്ചിരുന്നെങ്കിൽ പോലും അത്ര വലിയൊരു നടപടിയിലേക്ക് നീങ്ങിയത് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചു അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടു എന്നല്ല, കലാപത്തിന് വഴിതെളിച്ചു, കലാപത്തിന് കാരണമായ പോസ്റ്റ് പ്രചരിപ്പിച്ചു. അപ്പോഴും ആലോചിക്കണം, പോസ്റ്റ് പ്രചരിപ്പിച്ചതിന് ഈ പറയുന്ന സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേ പോസ്റ്റ് തന്നെ, അതേ ഫോട്ടോ തന്നെ ഇത്തരത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷെയർ ചെയ്തത് അവർക്ക് കുഴപ്പമില്ല. നമ്മൾ കണ്ട ആ ഒരു ന്യൂസ് ചർച്ചയ്ക്കകത്ത് ഇത്തരത്തിൽ ആ ഒരു വീഡിയോ കാണിക്കുമ്പോൾ അത്രയും വലിയൊരു വീഡിയോ ന്യൂസ് ചാനലുകളിൽ കാണിക്കുന്ന ചാനലുകൾക്കെതിരെ കേസില്ല, ഇതൊരു കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു വിമർശനം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ ഇരിക്കുകയാണ്. അതിനപ്പുറം പല കോൺഗ്രസ് നേതാക്കന്മാരും വന്ന് ചോദിച്ചു, ഇദ്ദേഹം കൊലപാതകം ചെയ്ത വ്യക്തിയൊന്നും അല്ലല്ലോ, കൊലയാളിയൊന്നും അല്ലല്ലോ, ഇങ്ങനെ വീട് വളഞ്ഞ് ആക്രമിക്കുന്നത്. പക്ഷേ വിളിച്ചിരുന്നുവെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും തന്റെ ഭാഗം ക്ലിയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതിനുപോലും വഴങ്ങാതെ അല്ലെങ്കിൽ അതിനുപോലും സമയം കൊടുക്കാതെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പാടെ ഒരു വിളി വരികയാണ് ആഭ്യന്തര വകുപ്പിന്റെ അടുത്തു നിന്നും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക്, ഇന്ന ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം, കാരണം ഇന്ന ഫോട്ടോ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് നിർമ്മിച്ച ആൾക്ക് പ്രശ്നമില്ല, AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് നിർമ്മിച്ചതാണെങ്കിൽ പോലും അതിനൊരു പക്ഷെ മൈൻഡാക്കാതെ ഇവർ വിട്ടിരുന്നുവെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കില്ലായിരുന്നു. ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ആ ഒരു പാട്ടിന് പിന്നാലെ സഞ്ചരിച്ച CPM-നും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പാട്ടിന്റെ ഒന്നുമല്ല, ഇപ്പൊ ഈ ഫോട്ടോ ഷെയർ ചെയ്തത് കൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു, ഇതിനകത്തുള്ള പോറ്റിയെ എന്ത് മാന്യമായി അറസ്റ്റ് ചെയ്തു, വാസുവിനെ എന്ത് മാന്യമായി അറസ്റ്റ് ചെയ്തു, വാസുവിന്റെ കയ്യിൽ മറ്റേ വിലം കിട്ടിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം, പത്മകുമാറിനെ എന്ത് മാന്യമായി അറസ്റ്റ് ചെയ്തു, ഇവരെല്ലാം മാന്യമായി അറസ്റ്റ് ചെയ്ത് കാറിൽ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ മൊഴിയെടുക്കുന്നു, സുഖജീവിതം, തൈരുണ്ടെങ്കിലേ ചോറ് കഴിക്കുള്ളൂ, എന്തൊക്കെ പറയുന്നു, ഇവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കുന്നു. പക്ഷെ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന, ശബരിമല സ്വർണ്ണക്കൊള്ള എന്തുകൊണ്ട് നടന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് മുഖ്യമന്ത്രിക്ക് എന്ത് ബന്ധമെന്ന് ചോദ്യം ഉന്നയിക്കുന്ന ആൾക്കാർക്കെതിരെ ഇത്തരമുള്ള നടപടികൾ എടുക്കുന്നത് എത്ര ദൗർഭാഗ്യകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന ആളുകളെല്ലാം കോൺഗ്രസ് പ്രവർത്തകരായതുകൊണ്ടായിരിക്കണം ഇത്രയും മോശമായി തന്നെ ഇവര് നോക്കി കാണുന്നത്. കോൺഗ്രസ് എന്നതിലുപരി ചോദ്യം ഉന്നയിക്കുന്ന ആൾക്കാരെ വായടപ്പിക്കുന്ന ഒരു രീതി ഇപ്പൊ കുറെ നാളുകളായി പിണറായി വിജയൻ സാറിനുണ്ട്. അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചാൽ അതിന് ഉത്തരം പറയാനില്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും ഒരു പണി കൊടുക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് പോയി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം എന്ന് പറയുന്നത് കുറെ മാസങ്ങളായി വലിയ വിവാദമാണ്, ഇപ്പോഴും കത്തി നിൽക്കുന്ന ഒരു വിവാദം തന്നെയാണ്. അതിന് എന്ത് കൃത്യമായ മറുപടി നൽകി? ഈ പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുത്തു? അതിലൊക്കെ ആരോപണ വിധേയർ മാത്രമാണെന്ന് പറയുന്നു. എന്ത് ചോദിച്ചാലും തിരിച്ച് ഉണ്ണികൃഷ്ണൻ പൊറ്റി കോൺഗ്രസ്സുകാരനല്ലേ എന്ന് ചോദിക്കുന്ന ഒരു തലത്തിലേക്ക്, ഒരു അധപതിച്ച തലത്തിലേക്ക് CPM പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷം പറയുന്ന രാഷ്ട്രീയത്തിന് ഒരു വിലയില്ലാതെയായി. നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, നല്ല CPM-കാരുണ്ടായിരുന്നു. ചോദ്യം ഉന്നയിച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് പിഴവുണ്ടായി, ഇതാണ് സംഭവം എന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവമുള്ള മനുഷ്യരുണ്ടായിരുന്നു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയും ആർട്ടിക്കിൾ 19 പറ്റിയും പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴില്ല. നമുക്ക് അധിക്ഷേപ കമന്റുകൾക്ക് വേണ്ടി മാത്രമല്ല ഇവർ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ
ഒരു സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ അധിക്ഷേപ പരാമർശം നടക്കുന്നു, അവർക്കെതിരെ ഒന്നും നടപടിയില്ല. പക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ, ഒരു ഫോട്ടോയുടെ പേരിൽ, ഒരു AI ഫോട്ടോയുടെ പേരിൽ നടപടി ഉണ്ടാവുകയാണോ? അല്ല, നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ കൂടെയും ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ അയാൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ നമ്മൾ കണ്ടിരുന്നു. നമ്മളെല്ലാവരും തന്നെ ഇപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റീസിന്റെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു നേതാക്കന്മാരെ കണ്ടാൽ നമ്മൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും എന്നുള്ളത് ന്യായമായ കാര്യമാണ്, സ്വാഭാവികമാണത്. അങ്ങനെ ചെയ്ത ആ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതും അതിനപ്പുറം വളരെ സൗഹാർദ്ദപരമായി വളരെയധികം സ്നേഹത്തോടു കൂടി ചെവിയിൽ രഹസ്യം പറയുന്ന, ചെവിയിൽ നുള്ളി നോവിക്കുന്ന അല്ലെങ്കിൽ നോവിക്കാതെ നോവിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും വീഡിയോ കാണുമ്പോൾ അത് മാത്രം ഇവർക്ക് ദഹിക്കാതെ വരികയും ചെയ്യുന്നത് എവിടുത്തെ ന്യായമാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പ്രചരിച്ചു വരുന്ന ഈ ഫോട്ടോ AI ആണ് എന്ന് ഇവർ പറഞ്ഞു വെക്കുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കണം, AI നിർമ്മിക്കണമെങ്കിൽ അതിന് പിന്നിലെ കാരണം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല CPM നേതാക്കന്മാരും പല CPM പ്രവർത്തകരും ഇതിൽ നിന്നും തടിയൂരാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഒരിടത്തും കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഇത്രത്തോളം സ്നേഹത്തോടെ നിൽക്കുന്ന ഫോട്ടോയോ വീഡിയോ ഒന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ VD സതീശന്റെ പുറകിൽ ബെല്ലാരി ഗോവർദ്ധൻ തന്നെ പുറകിൽ നിൽക്കുന്നു. അതാരാ സതീശ, ബെല്ലാരി ഗോവർദ്ധൻ അല്ലയോ എന്ന് ചോദിക്കുന്ന ട്രോളുകളും നമ്മൾ കണ്ടിരുന്നു. ചുമ്മാ ഒരാളെ കാണുമ്പോൾ അയാളുമായി സാമ്യമുണ്ട്, ആ ഒരു പ്രതിയുമായി സാമ്യമുണ്ട് എന്ന് വെച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കരിവാരിത്തേക്കുന്ന ഒരു രീതി കൂടി ഇപ്പോൾ CPM-കാർ കാണിക്കുന്നില്ലേ? പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്നോ സ്വർണ്ണക്കൊള്ളയായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് ഇതൊരു ട്രോളുകൾ മാത്രമായും എന്തുകൊണ്ട് ഇവർ തമ്മിൽ ഈ ബന്ധമുണ്ട് എന്ന ചോദ്യങ്ങളായിട്ട് മാത്രം ഞാൻ ഇതിനെ കാണുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ടായുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ നേരത്തെയുള്ള പല ചർച്ചകളിലും ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ 2019 നടന്നൊരു സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ അതിന് കുറച്ച് മാസങ്ങൾ മുൻപോ എന്തോ സംഭവിച്ചൊരു സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോ മുഖ്യമന്ത്രിക്കോ അറിവുള്ള കാര്യമായിരുന്നിരിക്കില്ല. അപ്പോൾ നേരിട്ട് അറിവുള്ള കാര്യമായിരിക്കില്ല. പക്ഷെ അവരുടെ അപാകതകൾ കാരണം, അവരുടെ കയ്യിൽ നിന്ന് വന്ന കൈമോശങ്ങൾ കാരണം ഈ കള്ളന്മാർ അകത്ത് കയറുന്നു, സ്വർണവുമായി തിരിച്ചിറങ്ങുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ ഒരു അന്വേഷണം ആരംഭിച്ച ഘട്ടം മുതൽ അതിനുശേഷം ഉറപ്പായും ഇവരുടെ മുന്നിൽ ഇതിനുള്ള കാരണങ്ങൾ നിരന്നിട്ടുണ്ടാകാം. എന്തൊക്കെ സംഭവിച്ചു, എവിടെയൊക്കെയാണ് പാളിപ്പോയത്, ആർക്കൊക്കെ പിഴവ് സംഭവിച്ചു, ഇപ്പൊ പത്മകുമാറിന് എന്തൊക്കെ പിഴവാണ് സംഭവിച്ചത്, കടകംപള്ളി സുരേന്ദ്രൻ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വ്യക്തമായ പിക്ചർ ഉണ്ടാകാം. ഇതെന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് കൈമാറുന്നില്ല? അറ്റ്ലീസ്റ്റ് കൊണ്ടുപോയ സാധനം എവിടെയെന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ടൊരു ക്ലിയർ പിക്ചർ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഉത്തരം കൊടുക്കണം. അതെ, ഇപ്പോ മുഖ്യമന്ത്രിക്ക് കുറച്ച് നാള് മുൻപ് വരെ, അതായത് ഈ ഒരു ശബരിമല വിഷയമായി കത്തി നിന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു ഈ തിരഞ്ഞെടുപ്പിനൊക്കെ കുറെ നാളുകൾക്ക് മുൻപ്. ആ സമയത്ത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പൊതുജനത്തിന് വിശ്വസിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ അന്ന് ചിലപ്പോൾ വിലപ്പോകുമായിരുന്നു. ഇന്നിപ്പോൾ അതിന് സാധ്യതയില്ല, പക്ഷെ അന്ന് വിലപ്പോകുമായിരുന്നു. അത്രയും നാളൊന്നും മിണ്ടാതെ ഇരുന്നിട്ട് പിന്നീട് ഈ ഒരു പാട്ട് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന ഫോട്ടോ ഇറങ്ങുമ്പോൾ അതിനെതിരെ മാത്രം പ്രതികരിക്കുന്ന, എന്നാൽ ഇപ്പോഴും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊന്നും പ്രതികരിക്കാത്ത, പൊതുജനങ്ങൾക്ക് തൃപ്തമായ രീതിയിൽ യാതൊരു മറുപടിയും പറയാത്തൊരു വ്യക്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമ്പോൾ സ്വാഭാവികമായും വിരൽ ചൂണ്ടുന്നത് അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ചെയ്തു എന്നുള്ളതല്ല, പക്ഷേ പ്രതിസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ അറിഞ്ഞോ അറിയാതെയുള്ള പങ്കുണ്ട് എന്നുള്ളത് പൊതുജനം വിശ്വസിക്കുകയാണ്. അത് തന്നെയാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു തിരിച്ചടിക്ക് കാരണമായതും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും LDF-നെ വിലയിരുത്തുന്നതും എന്നുള്ളതല്ലേ. ഇപ്പോൾ പിണറായി വിജയന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു വലിയ മോഷണം നടക്കുന്നു, അത് എന്തുകൊണ്ട് അവിടെ മോഷണം നടന്നു എന്ന് ക്ലാസ് ടീച്ചറോട് ചോദിക്കും. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കുന്നു. നിങ്ങളുടെ സ്കൂളിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം നടന്നു എന്ന് പ്രിൻസിപ്പലിനോട് ചോദിക്കും. അതുകൊണ്ട് പിണറായി വിജയൻ സാറിനോട് ചോദിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയൻ അപ്പോഴത്തെ മുഖ്യമന്ത്രിയോ അപ്പോഴത്തെ ദേവസ്വം മന്ത്രിയോ അറിയാതെ ഈ ശബരിമലയിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നു? ഇപ്പൊ പഞ്ചലോഹ വിഗ്രഹങ്ങൾ പോയി, കുറേയധികം സ്വർണം പോയിട്ടുണ്ട്, പല സ്പിരിച്വൽ വാല്യൂ ഉള്ള പല സാധനങ്ങളും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം ഇവർ നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അന്വേഷണം നിഷ്പക്ഷമായി നടക്കണമെന്ന് ഇവർ ഉറപ്പുവരുത്തണം. ഇപ്പോൾ കുറച്ച് വ്യക്തികൾ മാത്രമാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവരത് വ്യക്തമാക്കണം. അതിന് അന്വേഷണം, ഈ ആരോപണ വിധേയരെ അന്വേഷണ വിധേയമായി തന്നെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അത് മുഖ്യമന്ത്രി ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ ചോദ്യത്തിന്റെ നിഴലിൽ നിർത്തുന്നതും പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും. അങ്ങനെ നിർത്തേണ്ടി വരുന്നതെല്ലാം ഈ പറഞ്ഞ കുറെ അനിശ്ചിതത്വങ്ങൾ കാരണമാണ്. അല്ലാതെ അദ്ദേഹം നേരിട്ട് പിണറായി വിജയൻ ശബരിമലയിൽ പോയി സാധനം എടുത്തിട്ട് പോയിന്ന് ഞാനോ ഹർഷയോടൊപ്പം പറഞ്ഞിട്ടില്ല.